സുഗമോ ദേവി എന്ന ചിത്രത്തിൽ നിന്നും തുടങ്ങിയിട്ടുള്ള എല്ലാ ചിത്രങ്ങളും നോക്കുകയാണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ഒരു വളരെ കോമൺ ഫാക്ടറാണ് സിനിമയിൽ. അല്ലെങ്കിൽ ഒരുപാട് ഈ സൗഹൃദത്തിന് ഒരുപാട് ഇങ്ങനെ ആക്കം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? എന്നും എക്കാലവും എനിക്ക് ആശ്വാസം എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച പോർട്ടേഴ്സും ടാക്സി ഡ്രൈവേഴ്സും ഉണ്ട്. അവരെല്ലാം എന്നെ ഇടാപോടാ അതേമാതിരി എപ്പോഴും വിളിക്കുന്നത്. സ്നേഹവും അതുപോലെ തന്നെ. എപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു കാശ് മുടക്കി എനിക്ക് ചായ വാങ്ങിച്ചു തരിക, അങ്ങനെയുള്ളൊരു ബന്ധം അത് പണ്ട് തൊട്ടേ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം വിനോദ് തോമസ് എന്ന് പറഞ്ഞ വേൾഡ് ബാങ്കിൻ്റെ അതെൻ്റെ ക്ലാസ്മേറ്റാണ്. ആ കാലഘട്ടത്തിൽ ഈ സൗഹൃദം എന്ന് പറയുന്നത് പല പല രീതിയിലായിരുന്നു. ഇപ്പോൾ നമ്മൾ പറയും ഇപ്പോൾ കഴിഞ്ഞ കാലഘട്ടത്തിൻ്റെ എക്സ്റ്റൻഷനായിട്ടുള്ള ഈ ജീവിതത്തിൽ ആലോചിക്കും. ഇപ്പോൾ ജഗതി ശ്രീകുമാർ, ടി എൻ ഗോപിനാഥ സാറിൻ്റെ മകൻ രവി വള്ളത്തോൾ എന്ന് പറയുന്നത് ഇപ്പം നാഗവള്ളി ആർ സ്കൂറിൻ്റെ മകൻ വേണു നാഗവള്ളി, അങ്ങനെ ഇതെല്ലാം കണക്റ്റഡാണ്. അപ്പോൾ അന്ന് അച്ഛന്മാരുടെ മക്കൾ, ആകാശവാണി ജോലി ചെയ്യുന്ന അച്ഛന്മാരുടെ മക്കൾ. സുഗമോ ദേവി കുറേയൊക്കെ ഓട്ടോബയോഗ്രഫിക്കലാണല്ലേ? കുറേയൊക്കെ അല്ലെന്നേ, നമ്മളിതിന് അത് ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഈ പ്രേമോ എനിക്ക് കള്ളത്തരമൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. സിഗരറ്റ് വലിച്ചപ്പോഴും കള്ളു കുടിച്ചപ്പോഴും ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ചെയ്തിട്ടുള്ളൂ. ആദ്യം സിഗരറ്റ് വലിപ്പോൾ നല്ല രസം. അച്ഛൻ മുകളിൽ നിന്നാണ് എഴുതുന്നത്, രാത്രിയിലാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് സിഗരറ്റ് വലിക്കുക. സിഗരറ്റ് മുകളിലേക്ക് രാത്രി പോകുമല്ലോ. പിന്നെ അച്ഛൻ താഴെ ഇറങ്ങി വന്ന് ചോദിച്ചു, ആരാ അവിടെ സിഗരറ്റ് വലിക്കുന്നത്? ഞാനാ അച്ഛാ. നീ സിഗരറ്റ് വലിയൊക്കെ ഉണ്ടോ? ഞാൻ ഇന്ന് തുടങ്ങിയതാണ്. അച്ഛൻ എന്ത് ചെയ്യുന്നറിയോ? എന്താ നീ വലിയ നോക്കട്ടെ. പാസിംഗ് ഷോ എന്ന് പറഞ്ഞൊരു പന്ന സിഗരറ്റായിരുന്നു അത്. അതിന് വളരെ വില കുറഞ്ഞ സിഗരറ്റ്. അത് ഞാൻ അച്ഛൻ നോക്കിയിട്ട് ആ പന്ന സിഗരറ്റാണ് നല്ല വില നോക്കി വലിക്കും. ഇത്രയേ ഉള്ളൂ. അതെന്നറിയോ, ആ ഒരു ഹൈഡ് ചെയ്യുന്നൊരു ഇതൊന്നുമില്ല. അപ്പോൾ സുഗമോ ദേവി എന്ന് പറയണത്, ഞാൻ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു. എൻ്റെ ഫ്രണ്ടാണ് ആ പെൺകുട്ടിയുടെ ജ്യേഷ്ഠൻ എന്നെ വിളിച്ചുകൊണ്ട് പോയത്. അത് ഞാൻ പാട്ടുകാരനായതുകൊണ്ടാണ് എന്നെ അവിടെ അവനും പാട്ടുകാരനാണ്, ഈ കുട്ടിയും പാട്ട്. അങ്ങനെ ഞങ്ങൾ ട്രൂപ്പുമാരെ ഉണ്ടാക്കിയിട്ട് രസമായിട്ട് ആനന്ദക്കുട സാറിൻ്റെ മോൻ ചെയ്യാൻ. അതൊക്കെ ഇങ്ങനെ കണക്റ്റഡ് ആയിരുന്നു. പിന്നെയുള്ള ഈ സിനിമയിൽ ഒന്നും ഞാൻ കാണണേ ഒരു മരണം കാണിച്ചു. അതെന്താണെന്നറിയോ, ഈ മരണത്തിന് ഒരു സൗന്ദര്യമുണ്ട്. ശരിയാണ്, നമ്മൾ കത്തുന്ന ഒരു ബോഡി കാണുമ്പോഴും അടക്കം ചെയ്യുന്ന ഒരുപക്ഷെ പ്രെയർ കൊണ്ട് അടക്കം ചെയ്യുമ്പോഴത്തേക്ക് ഒരു പള്ളിയിലൊക്കെ ചിലപ്പോൾ ഒരു റൊമാൻറ്റിക് ഒരു എലിമെൻ്റൊക്കെ വന്നുകൂടുന്നു. പക്ഷേ ഈ കത്തിച്ച് കളയുന്ന കലമുടയ്ക്കുന്ന ഒരു ഹൈന്ദവ സംസ്കാരത്തിൽ ഒരു കലമുടയ്ക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പെയിൻഫുള്ളാണ് ആ ശബ്ദം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിന് വൈകാരികമായിട്ടൊരു തലമുണ്ട്, വളരെ സൗന്ദര്യമുള്ളതാണ്. അതിന് സൗന്ദര്യം ആസ്വദിക്കണം. ഞാൻ ഈ തൈക്കാട് ശ്മശാനത്തിനടുത്താണ് താമസിച്ചിരുന്നത് ആദ്യകാലം. അപ്പോൾ എന്താണെന്നറിയോ, ഞാൻ താഴെ ഒരു മുറി കിടക്കുമ്പോഴത്തേക്കും അന്ന് ഇത്രയും റോഡിലത്തെ ആളൊന്നുമില്ല. അപ്പോൾ ഒരു 10-11 മണിയാകുമ്പോഴത്തേക്ക് അങ്ങനെ ശവങ്ങൾ കൊണ്ടുവരുന്നു. അപ്പോൾ ദൂരേന്ന് വഴുതേക്ക് വിമൻസ് കോളേജിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്ക് ഈ ശംഖൂത്തുന്ന ശബ്ദം കേൾക്കാം. അപ്പോൾ പിന്നെ എനിക്കറിയാം അത് പ്രേതം വരികയാണ്. അപ്പോൾ പേടിക്കും, ഒറ്റയ്ക്ക് മുറിയിലല്ലേ. ഈ ലൈറ്റ് പെട്രോമാക്സാണ് കൊണ്ടുവരുന്നത്. ഈ പെട്രോമാക്സ് ഇങ്ങനെ വന്ന് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് വന്ന് ആ വെളിയിൽ കൂടെ പോകുന്ന പെട്രോമാക്സ് ഈ ജനലിൽ കൂടെ കയറി വന്ന് എൻ്റെ ദേഹത്തൂടെ ഇങ്ങനെ കയറി പോയിട്ട് അവിടെ ശ്മശാനത്തിൽ പോയിട്ട് പിന്നെ ഈ തലമുടി കരിയുന്ന മണം വരുമ്പോഴാണ് എനിക്കൊരു ആശ്വാസം, ഇത് തീർന്നല്ലോ എന്ന്. ഞാനൊരു ഷോർട്ട് സ്റ്റോറി എഴുതിയിട്ടുണ്ട്, ശവ വിളിച്ചെന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ആ മരണത്തിനൊരു സൗന്ദര്യമുണ്ട്. അപ്പോൾ അത് നാച്ചുറലി നമ്മളൊരു ക്രിയേറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അനിവാര്യമായ പ്രപഞ്ച സത്യം എന്ന് പറയുന്ന മരണം അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഒരുപക്ഷെ ഇക്കാലത്ത് ഇപ്പോൾ ഈ ഭാര്യ സുഹൃത്തിന് നമ്മൾ സ്ക്രിപ്റ്റ് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും കഴിയുന്നതും അത്തരം വൈകാരിക തലങ്ങൾ അവോയ്ഡ് ചെയ്യാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങൾക്കൊന്നും ഇപ്പോൾ അതിൻ്റെ ആ സൗന്ദര്യം ആസ്വദിക്കാനുള്ള സമയമില്ല, അവർക്കറിയില്ല. പറയുമ്പോൾ ലാൽ സലാം എന്ന സിനിമയിൽ തന്നെ ഒരു അന്ന് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിലുള്ള ഈ ചില നേതാക്കന്മാരുടെ അതൊരു ഡിഫറൻസ് ആയിരുന്നു അന്ന് തന്നെ. അവരുള്ള പൊരുത്തക്കേടും ഒക്കെ കാണിച്ചൊരു സിനിമയായിരുന്നു. അതിനൊരു സീക്വൽ ഇപ്പോൾ ഇതിന് പ്രസക്തിയില്ലേ? 100%. സർവകലാശാല അല്ലെങ്കിൽ ലാൽ സലാം അല്ലെങ്കിൽ എ ഓട്ടോ ഇങ്ങനത്തെ ചിത്രങ്ങൾ ആ സമയത്ത് ഒരുപാട് എല്ലാവരും സർവകലാശാലയുടെയൊക്കെ ക്യാമ്പസ് പടം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ മനസ്സിലാക്കുള്ളൊരു പടമാണ്. ഇപ്പോൾ അങ്ങനത്തെ ഒരു പടം ഇറങ്ങിയാൽ നമ്മുടെ കേരളത്തിലെ പ്രേക്ഷകർ സ്വീകരിക്കുമോ? ഇപ്പോഴത്തെ ക്യാമ്പസിൻ്റെ സംസ്കാരത്തിൽ വെക്കുന്നതാണ്. അന്നത്തെ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ലെറ്റർ കൊടുക്കുന്ന പ്രേമം ഇന്നതൊന്നുമില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ സംസ്കാരത്തിൽ നിന്നുകൊണ്ട് അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഇപ്പോഴത്തെ ക്യാമ്പസിലുണ്ട്, വേറൊരു തലത്തിലാണെന്നുള്ളേ ഉള്ളൂ. ഒരുപക്ഷെ വേഷത്തിലായിരിക്കാം, ബോഡി ലാംഗ്വേജ് ആയിരിക്കാം, മോട്ടോർ ബൈക്ക് കാണുമായിരിക്കും, മനസ്സിലായി, സൈക്കിളായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ വരുന്നുണ്ട്, ഭൗതിക മാറ്റങ്ങൾ. പക്ഷേ അത് തീർച്ചയായിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ ഇന്നും കാമുകന്മാരുണ്ട്, ഇന്നും കാമുകന്മാരുണ്ട്. പക്ഷെ അവർ ഒരു വിധേയായ കാമുകിയോ വിധേയനായ കാമുകനോ ഒന്നുമല്ല, വളരെ പ്രാക്ടിക്കലായിട്ട് ജീവിതം ജീവിക്കണമെന്ന് നല്ലവണ്ണം വരച്ചുണ്ടാക്കി അതിലേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കക്ഷികളാണ്.